നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ നഗരാസൂത്രണ വിദഗ്ധൻ അനിൽകുമാർ പണ്ടാല കൂടെ ചേരുന്നുണ്ട്. സാർ, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ സംസ്ഥാനത്ത് കുറേയധികം പുരോഗമനവും അതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പദ്ധതികളെല്ലാം വെള്ളത്തിലാകുന്ന ഒരു സ്ഥിതിയാണ്. പല സ്ഥലത്തും വികസനം എന്ന പേരിൽ കുറച്ച് കാട്ടിക്കൂട്ടലുകൾ മാത്രം കാണുകയാണ്. ഇതിനായി കോടികളാണ് ചെലവഴിക്കുന്നത്. ഇപ്പോഴിതാ കോഴിക്കോട് 24 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒരു പാലമാണ് പുഴയിൽ ഇങ്ങനെ ബീം തകർന്ന് വീണ് കിടക്കുന്നത്. തൊഴിലാളികളൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതിനൊക്കെ ആരുത്തരം പറയും? കാരണം നിർമ്മാണ കമ്പനികൾക്ക് ഇത്രയധികം രൂപയങ്ങ് ഫണ്ട് അനുവദിച്ചു കൊടുക്കുക, അത് പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് ആളുകൾ, അത്തരത്തിൽ ചില വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതല്ലാണ്ട് ഇതിന്റെയൊക്കെ ഒരു അപാകത അല്ലെങ്കിൽ നിർമ്മാണത്തിലെ അപകടങ്ങൾ ഇതൊന്നും ചൂണ്ടിക്കാട്ടാൻ യാതൊരുവിധ സൗകര്യങ്ങളില്ല, ആരും പുറത്തേക്ക് വരുന്നുമില്ല. ഇതിപ്പോ കാണുന്നിടത്തോളം മനസ്സിലാക്കുന്നിടത്തോളം ഇത് ഒരു നിർമ്മാണ പിഴവ് തന്നെ ആകാനാണ് സാധ്യത. കാരണം അത് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ഭൂരിഭാഗവും നിർമ്മാണ പിഴവ് കൊണ്ട് തന്നെയാണ് വരുന്നത്. വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രം ഒരു ആക്സിഡന്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് അതിനെ ഉൾപ്പെടുത്താൻ കഴിയും. അതിന് പിന്നെ എലിജിബിൾ ആവുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ സാൻഡ് ഷിഫ്റ്റിംഗ് വരാം, നല്ല ഒഴുക്കുണ്ടെങ്കിൽ സാൻഡ് ഷിഫ്റ്റിംഗ് വരാം. അതുപോലെ തന്നെ പ്രീ സ്ട്രെസ്സിങ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം ഗേർഡർ കൊളാപ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതും ഒരു നിർമ്മാണ പിഴവായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോ അതൊരു ഭാഗത്ത്. പക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ആക്സിഡൻസ്, പല രീതിയിലുള്ള ആക്സിഡൻസ് ഹൈവേ നിർമ്മാണത്തിൽ വരുന്നത് കാണുമ്പോൾ ശരിക്കും അതൊരു അങ്കലാപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പം പദ്ധതികൾ വേഗം തീർക്കാനുള്ള ധൃതിയിലാണോ ഇത് സംഭവിക്കുന്നത് എന്നൊരു സംശയം വരുന്നുണ്ട്. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള പ്രൊസീജിയേഴ്സും ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ്, ഇൻസ്പെക്ഷൻ പിന്നെ ഷെഡ്യൂൾസ് എല്ലാം ഉണ്ട്. അതെല്ലാം പാലിച്ചു പോയാല് ഇതെല്ലാം പ്ലെയിൻ ഓടിക്കുന്ന പോലാണ്. ഓട്ടോ പൈലറ്റിൽ ഇട്ടാതെ പിന്നെ പൈലറ്റിന് കുറച്ച് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ പോലാണ്. ഇത് ആ ഷെഡ്യൂളും അതിന്റെ കോൺട്രാക്ട് ടേംസും ഒക്കെ ശരിക്കും പിന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പിഴവുകൾ വരില്ല എന്നുള്ളത് തീർച്ചയാണ്. വളരെ അപൂർവം കാര്യങ്ങളിൽ മാത്രമേ ഒരു ആക്സിഡന്റ് വരും. പക്ഷെ ആക്സിഡന്റ് പിന്നെ എല്ലാ ആഴ്ചയും ഓരോ ആക്സിഡന്റ് വെച്ച് ഹൈവേയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, 24 കോടി രൂപ ചെലവിൽ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഈ ഒരു പാലമാണ്. അപ്പോൾ ഇതിന്റെ ചുമതല എന്ന് പറയുന്നത് PMR കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം, ചില അപകടങ്ങൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കിഫ്ബി വഴിയാണ് പണം ലഭിച്ചത് എന്നൊക്കെ ആളുകൾ അറിയത്തുള്ളൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ അന്വേഷിച്ചു പോകുകയുള്ളൂ. ഈ ഒരു അപകടം സംഭവിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്കതിനെ അത്തരത്തിൽ മാറ്റി നിർത്താം. പക്ഷെ ഇതൊക്കെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അതിന്റെ ഒരു അപകട വ്യാപ്തി. വളരെ വളരെ പിന്നെ റയർ ചാൻസ് ആണ് ഇതൊരു പിന്നെ പ്രകൃതി ദുരന്തമായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അത് വളരെ ചാൻസ് കുറവാണ്. പിന്നെ പക്ഷെ എനിക്ക് ഒരു മറ്റേ എന്താ ഒരു അബദ്ധം എന്നുള്ളൊരു നമുക്കൊരു കാറ്റഗറിയിൽ വരണമെങ്കിൽ അതിനെന്നെ സഹായിക്കുന്നത് കിഫ്ബിയുടെ ഇതാണ്. കിഫ്ബിക്ക് ശരിക്കും നല്ല സിസ്റ്റംസും പ്രൊസീജിയേഴ്സും ഉള്ള ഒരു പിന്നെ എൻറ്റിറ്റിയാണ്. അവരുടെ കയ്യിൽ നിന്ന് ആ പിഴവ് വരാൻ സാധ്യത കുറവാണ്. പക്ഷെ ഈ നമ്മളിപ്പം ഈ കൂടി വരുന്ന ഇങ്ങനത്തെ ഉള്ള ഒരുപാട് പിന്നെ ഹൈവേ കൊളാപ്സും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് കിഫ്ബി ആണെങ്കിലും ആരാണെങ്കിലും അത് കേരളത്തിലാണെങ്കിൽ ഒരുപാട് പിന്നെ പ്രൊസീജിയേഴ്സ് ബൈപ്പാസ് ചെയ്ത് പല കാരണങ്ങളാലും നമ്മള് മികവ് കാണിക്കാൻ വേണ്ടിയിട്ട് പലതും മറക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് സിസ്റ്റം പ്രൊസീജിയേഴ്സ് ഒക്കെ മറക്കുന്നുണ്ടോ എന്ന് എനിക്ക് ശരിയായ സംശയമുണ്ട് എനിക്ക്. ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് നമ്മളിപ്പോൾ അടിക്കടി കണ്ടതാണ് റോഡ് നവീകരണമൊക്കെ ബന്ധപ്പെട്ട് തന്നെ കുറേയധികം പൈസകൾ മുടക്കി അല്ലെങ്കിൽ കോടികൾ മുടക്കി ചില ഒരു മേച്ചുമിനുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു മഴ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മാറുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു. ഇതൊരു തുടർക്കഥയാകുന്ന കുറേയധികം വാർത്തകളും റിപ്പോർട്ടുകളും വന്നുപോയി. പക്ഷേ അപ്പോഴൊക്കെ മന്ത്രിയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ റിപ്പോർട്ട് തേടി ആ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കും.
പക്ഷേ അത്തരത്തിൽ വൈകി വന്ന നടപടിക്ക് മുന്നേ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഈ ഒരു പണി നടക്കുന്ന സ്ഥലത്ത് ഒരു സൈറ്റ് വിസിറ്റിങ്ങോ അത്തരത്തിലൊക്കെ എന്തെങ്കിലും നിബന്ധനകൾ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ മെച്ചപ്പെടില്ലേ നമ്മുടെ ഈ ഒരു സിസ്റ്റം? നിബന്ധനകളെല്ലാം എല്ലാ കോൺട്രാക്റ്റിലും ഉണ്ട്. ഉദാഹരണത്തിന് ബ്ലൂ മെറ്റൽ ഉപയോഗിക്കണം, അഗ്രിഗേറ്റ് അതായത് ചല്ലി ഉപയോഗിക്കുമ്പോൾ ബ്ലൂ മെറ്റൽ ഉപയോഗിക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ചെയ്യുന്നതെന്നാണ് കോൺട്രാക്ട് എഴുതി കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ സിസ്റ്റം അത്ര വളരെ മോശമായിരിക്കുന്നത് കാരണം വൈറ്റ് ചല്ലി കൊണ്ടിട്ടിട്ട് അതിന് വെള്ളം ഒഴിച്ചിട്ട് ബ്ലൂ ആക്കി കാണിക്കും. വെള്ളം ഒഴിക്കുമ്പോൾ അതിന് കറുപ്പ് വരും. എന്നിട്ട് അത് എഞ്ചിനീയറെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിപ്പിക്കും. ഇവിടെയൊക്കെ എന്താ നടക്കുന്നതെന്നുള്ള ഞാനും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റം നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ തിരുവനന്തപുരം സിറ്റി റോഡ് പ്രോജക്ട് ചെയ്യുമ്പോൾ എനിക്ക് മുകളിലുണ്ടായിരുന്ന പ്രഷർ എനിക്കറിയാം. ഞാൻ വിട്ടതോടുകൂടി ആ പദ്ധതി തീർന്നത് കാരണം റോഡിനൊന്നും പിഴവില്ല. റോഡൊക്കെ ഇപ്പം 20 വർഷമായിട്ട് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. പക്ഷെ ഈ റോഡൊക്കെ 1 വർഷം കൊണ്ട് പോകാനുള്ള എല്ലാ വഴിയും സർക്കാരിന്റെ തന്നെ നമ്മളെ കാണിച്ചു തരും. അതിപ്പോ ഏത് മന്ത്രിസഭയായാലും ശരി, നമ്മുടെ സിസ്റ്റം ഈസ് സോ ബാഡ് ദാറ്റ് നമ്മുടെ ഈ പ്രൊസീജിയേഴ്സ് ഒന്നും വർക്ക് ചെയ്യില്ല. നമ്മുടെ പബ്ലിക്കിനും അത് വേണ്ട. ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ കുറച്ച് ഒച്ച വെക്കുന്നത് കാരണം കുറച്ചു നാൾ കാണും, കേൾക്കും. ഇത് കഴിയുമ്പോൾ മറക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയക്കാർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കമ്പനിക്ക് ഒരു പിഴ നോക്കി അങ്ങ് പോവും. അവർ വന്ന് അടുത്ത എടുക്കും. ഇപ്പൊ RDS പ്രോജക്ട്സ് എറണാകുളത്തെ ബ്രിഡ്ജ് പൊളിഞ്ഞു വീണിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുത്തു. അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാണ് സുധാകരൻ പറഞ്ഞത്, മന്ത്രി സുധാകരൻ പറഞ്ഞിരുന്നത്. ആ മന്ത്രി സുധാകരൻ തന്നെ കഴക്കൂട്ടത്തെ ഫ്ലൈഓവർ അവർക്കാണ് കൊടുത്തത്. തീർച്ചയായും ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൽ. അതെ അതെ, അതാണ് നമ്മുടെ സിസ്റ്റത്തിലെ ചോദ്യങ്ങൾ. ഇതെല്ലാം ചെയ്യുന്നവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.